ഹലോ, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയതും വീട്ടിൽ നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എന്തെല്ലാമാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം. ഒരു വലിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ വെള്ളക്കടല ഉണ്ടല്ലോ അത് വേവിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, അത് വേവിച്ചിട്ടില്ല. പിന്നെ ചെറിയ കഷ്ണം ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളക്കടല മാത്രമേ ഞാൻ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ ജീരകശാല അരിയാണ്, ചെറിയ അരി ഉണ്ടല്ലോ ഇന്ത്യ ഗേറ്റിൻ്റെ, അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ജീരകശാല അരി. അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്ക് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വഴറ്റാൻ ആരംഭിക്കുക. അതിനായിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ്, തക്കോലം എല്ലാം കൂടെ ഇട്ട് നമുക്ക് ആ എണ്ണയും നെയ്യും കൂടെ ഉള്ള മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ആണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പകുതി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളക്, അതുപോലെ ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് വഴന്ന് വരുമ്പോൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇത് വല്ലാതെ കുഴഞ്ഞു പോകണ്ട, ഉടക്കിയൊന്നും വേണ്ട. അതിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ വെള്ളക്കടല വേവിച്ചത്, അതുപോലെ നമ്മളെ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഇത് വേവിച്ചിട്ടില്ല, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് വേവിക്കാതെ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും വെജിറ്റബിൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, വഴറ്റൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മളത് വഴറ്റിയെടുക്കുന്നത്. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ആ വെജിറ്റബിൾസുമായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വെജിറ്റബിൾസിൽ ഉപ്പ് കാണത്തില്ല. ഇനി അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആ മൂടി വെച്ച് നമുക്ക് ആ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരണം. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ആ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 കപ്പ് തൈര് കട്ട ഉടച്ച ശേഷം, അധികം പുളിയില്ലാത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിയില ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 20 മിനിറ്റ് നേരം കുതിരാനായിട്ട് വെച്ചില്ല ജീരകശാല അരി ഞാൻ അവിടെ ഒരു സ്ട്രെയിനറിൽ വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊറ്റി കളഞ്ഞ ശേഷം ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടാണ് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയുമായിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയാതെ നമ്മൾ പതുക്കെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ എല്ലാം നന്നായിട്ട് അരിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ജീരകശാല അരിക്ക് ഞാൻ 2 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത്. നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 കപ്പ് വെള്ളം, കാരണം നമ്മളിത് കുക്കറിലല്ലല്ലോ വേവിക്കുന്നത്. കുക്കറിലാണെങ്കിൽ 1.25 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളമൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ. ഇനി ആ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം 1/2 ചെറുനാരങ്ങയുടെ നീരുകൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കണം.
നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, വെജിറ്റബിൾസിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിം ആക്കി വെച്ച് നമുക്കത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം അത് വേവിച്ചെടുക്കണം. ഫ്ലെയിം ലോ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ലിഡിൽ ആ ഗ്യാപ്പിലൂടെ പ്രഷർ പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു കരിയാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി, ചോറെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചില്ല. നല്ല കുഴഞ്ഞു പോകാത്ത നല്ല ചോറ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി ചോറൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളടുത്ത് കശുവണ്ടി വറുത്തതോ അതുപോലെ ഉണക്കമുന്തിരി വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഇതുപോലെ സെർവ് ചെയ്യാനെടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.